അടുത്തതായിട്ട് വേദിയിലേക്ക് എത്തുന്നു ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി ബിനു കാഞ്ഞിരപ്പള്ളി. കാഞ്ഞിരപ്പള്ളിയിൽ എന്നാ ഉണ്ട് വിശേഷം? കാഞ്ഞിരപ്പള്ളി സുഖമായിട്ട് ആണോ? അപ്പൊ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണോ വരുന്നത്? കാഞ്ഞിരപ്പള്ളി വരുന്നത്. ഓക്കെ, ശരി. ബിനു എന്ത് ചെയ്യുന്നു? ഞാൻ മിമിക്രിയും ചെയ്യുന്നുണ്ട്, കൂടെ അതിപ്പോ നമ്മൾ കാണാൻ പോവാണ്. അതല്ലാണ്ട് വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. വീഡിയോ എഡിറ്റിംഗ് ഉണ്ട്. കല്യാണത്തിന്റെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. കല്യാണ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ശരി. സോ ബിനു എന്താണ് ഇന്ന് നമുക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. ഇന്ന് എന്താ പരിപാടി? ആദ്യമായിട്ട് നമ്മുടെ ചാലക്കുടിക്കാരൻ മണിച്ചേട്ടന്റെ വോയിസ് ആണ് ചെയ്യുന്നത്. ഓ, വെരി ഗുഡ്. നിങ്ങളിപ്പോൾ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടന് മാത്രമേ ഈ ശത്രു ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവോത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെകുത്താനെങ്കിലും വേണ്ടേ? തനിക്കറിയാലോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് വളരെ കഷ്ടപ്പെട്ടത് ഇവരെത്തിയത്. ഇപ്പം പറയാൻ കൊള്ളാത്തതും കൊള്ളാത്തതുമായ ഒരുപാട് ബിസിനസ്സും ഉണ്ട്. CM മോഹൻദാസിൻ്റെ മെക്കിട്ടി കയറാൻ ഞാൻ കൊന്നത്. ഇനി താനും കൂടി അതിനെതിരെ സാക്ഷി പറയാൻ പോവണ്ട. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഞാൻ കൊല്ലുന്നത് തന്നെയായിരിക്കും. തൻ്റെ മരണം കണ്ട് മനസ്സൊന്ന് വിടച്ചിരിക്കുമ്പോൾ നിൻ്റെ മകനെ ഞാൻ കൊല്ലും. ഇത് രണ്ടൂപ്പിക്കള്ളിൻ്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടുകൾ പറഞ്ഞ വാക്കല്ല. കൊല്ലുന്നു പറഞ്ഞാൽ നടശം കൊന്നിരിക്കും. ആ, അടിപൊളി. മണിച്ചേട്ടൻ്റെ ഈ ഒരു വോയിസ് അങ്ങനെ അധികം ആരും ഇമിറ്റേറ്റ് ചെയ്ത് കേട്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. അടുത്ത ജനാർദ്ദൻ. ജനാർദ്ദൻ ചേട്ടൻ്റെ കാര്യസ്ഥൻ എന്ന സിനിമയിലെ ഒരു കാഴ്ചക്കുറവുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യുന്നത്. എടാ മാധവ, എനിക്കെന്തോ ആ സുശീൽ അത്ര വിശ്വാസം പോരാ. അവൻ അപ്പന്മാരെ കാലം തൊട്ടേ അവർ വെറും നാറികളാ. അയ്യോ, അതിർത്തി മാറി വെടിവെച്ചല്ലോ ഈശ്വര. ബാബുരാജിന്റെ ശബ്ദം. ഓക്കെ, രണ്ട് രാധാസ് ആണോ? അതല്ല, നമ്മുടെ മായാമോഹിനിയിലെ മായാമോഹിനി എന്ന ചിത്രത്തിലെ. എടാ ബാലകൃഷ്ണ, അതവളെ ചാരടൊന്നും അല്ല, അതവളെ കാസീന. നീ ഇങ്ങനെ കുടുംബത്തിൽ ഇപ്പുറത്തെ പെൺകൊച്ചിനെ പറ്റി നമ്മളെ അച്ഛമ്മ സംസാരിക്കല്ലേ, അതെനിക്ക് സഹിക്കില്ല. മോളെ മോഹൻകുട്ടി, അവേ ഇന്നലെ മോഹൻകുട്ടി റൂമിലെടുത്തും വന്നില്ലേ? അവൻ ആരാ? അമ്മാവ സമയം എത്രയായി? പറഞ്ഞ പോലെ എന്റെ വാച്ച് ഉണ്ടല്ലോ, എന്റെ സമയം ശരിയല്ല. ക്യാപ്റ്റൻ രാജു. ക്യാപ്റ്റൻ രാജു. എവരിബഡി, മാർക്കറ്റ് ഒന്ന് ഫ്രീ ആയി കിട്ടുകൊണ്ട് വാങ്ങിയതാ, അതുകൊണ്ട് ഫ്രൈയും ചെയ്യാം. മോനെ, ഈ FI എന്ന് പറഞ്ഞ തലപ്പ് തിരിക്കുന്ന പണിയൊന്നുമല്ല. നിന്റെ തലയ്ക്ക് മുകളിൽ നോടുവേടാജ്ഞ ഉണ്ടാവും, എൻ്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമില്ല. കളിയാക്കാൻ മാത്രം അറിയാവുന്ന പൂവർ ഇന്ത്യൻ. ആസിഫ് അലി. രണ്ടുപേരും കൂടെ സന്തോഷമായിട്ട് സത്യപ്രതിജ്ഞ ഉണ്ടാക്കാൻ പോയിരിക്കും അല്ലേ? അപ്പൊ ഞാനാരാ? എൻ്റെ പൊന്നു പെങ്ങളെ, ഞാൻ ഈ പിശാചിന്റെ ഫ്രണ്ടാണ്. ഇങ്ങനെ ഒരു കുളത്തറ എന്നെ വിളിച്ച് പറഞ്ഞെങ്കിൽ അത് അസ്ഥിക്ക് പിടിച്ചിട്ട് തന്നെയാണ്, എനിക്ക് ഉറപ്പായിരുന്നു. മാമച്ചൻ അത്രയ്ക്ക് ഇഷ്ടമാണ് തന്നെ. എൻ്റെ പേര് ചാർലി എന്നൊന്നുമല്ല, ഞാൻ ജോസ് കുട്ടി, പാലയിലൊരു പ്ലാന്റാണ്. അപ്പം അച്ഛാ പറയാൻ മറന്നുപോയി, വിഷ് യു ഹാപ്പി അല്ലെങ്കിൽ വേണ്ട ഒരു അടിപൊളി ലൈഫ്. ഏതൊരു പ്രോഗ്രാം ചെയ്തൊരു വെറൈറ്റി ഉണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന പക്വൻ്റെ കൂടെയാണ്. ഞങ്ങൾ ഒരുപാട് വിദേശ രാജ്യങ്ങൾ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. ഇവിടെ വരാണെങ്കിൽ നിങ്ങളെ കാണാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. അപ്പൊ അതായിരുന്നു കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് നമുക്ക് വേണ്ടി വളരെ സ്പെഷ്യൽ ആയിട്ട് ബിനു കൊണ്ടുവന്ന ഒരു പെർഫോമൻസ്. ഗുഡ് ജോബ്. അപ്പൊ എന്തായാലും നമുക്ക് വിദഗ്ധ ഒപ്പീനിയൻ ചോദിക്കാം, വിദഗ്ധ ഉപദേശത്തിലേക്ക്. നന്നായിരുന്നു. ക്യാപ്റ്റൻ രാജുവിന്റെ ഒക്കെ ശബ്ദം അങ്ങനെ ഇപ്പോഴാരും അങ്ങനെ എടുക്കാറില്ല, ശബ്ദം അനുകരിക്കാറില്ല. പക്ഷെ വളരെ അത് കറക്റ്റ് വോയിസ് ആയിരുന്നു ക്യാപ്റ്റൻ സാറിൻ്റെ സൗണ്ട്. പിന്നെ ഈ സൗണ്ടിൽ ഇദ്ദേഹത്തിന് ഞാനും അന്നത്തെ ഒരു പയ്യൻ പറഞ്ഞല്ലോ, അവന്റെ ശബ്ദത്തിലും ഉണ്ടായിരുന്നു ഈ പൃഥ്വിരാജിന്റെ. ഞാൻ വിചാരിച്ചു പറയുന്നു, എല്ലാം കൊള്ളായിരുന്നു കേട്ടോ, പറഞ്ഞതെല്ലാം വളരെ നന്നായിരുന്നു. നന്നായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പോൾ ബാബുരാജിന്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ വശത്ത് വെച്ച് രണ്ട് രാധാസ. സാധാരണ എല്ലാവരും ആ ഡയലോഗാണ് പറയുന്നത്, ഇത് മായാമോഹനിലെ ഡയലോഗ്. ഭംഗിയായിരുന്നു, അടിപൊളിയായിരുന്നു. ഓൾ ദി ബെസ്റ്റ്. വിനു ഹാപ്പി അല്ലേ? ഹാപ്പി. അപ്പൊ കാഞ്ഞിരപ്പള്ളി എല്ലാവരോടും നമ്മുടെ അന്വേഷണം പറയൂ. തീർച്ചയായിട്ടും പറയും. ശരി, ഓക്കെ. അപ്പോ നന്ദി, വീണ്ടും കാണാം.